കപ്പ എന്ന വാക്കിന് മലയാളത്തിൽ മരച്ചീനി എന്നാണ് അർത്ഥം. എന്നാൽ കപ്പ എന്ന് പറയുന്ന വാക്കിന് തെലുങ്കിൽ തവള എന്നാണ് അർത്ഥം. തെലുങ്കിലെ ഒരു വ്യക്തിയെയും മലയാളിയായ ഒരു വ്യക്തിയെയും പിടിച്ചിരുത്തിയിട്ട് കപ്പയുടെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളി വരയ്ക്കുന്നത് മരച്ചീനിയുടെ പടമായിരിക്കും, തെലുങ്കുകാരൻ വരയ്ക്കുന്നത് തവളയുടെ പടമായിരിക്കും. തെലുങ്ക് അറിയാത്ത ഒരു മലയാളിയോട് ഒരു തെലുങ്കൻ ഇങ്ങനെ ചോദിക്കുന്നെന്നിരിക്കട്ടെ, ഡു യു വാണ്ട് കപ്പ എന്ന് ചോദിച്ചാൽ മലയാളി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് എന്നോട് മരിച്ചിനി വേണമോ എന്ന് ചോദിക്കുന്നതായിട്ടായിരിക്കും. ഇനി മലയാളവും തെലുങ്കും അറിയാവുന്ന ഒരു മലയാളിയും ഒരു തെലുങ്കനും, രണ്ടു പേർക്കും മലയാളവും അറിയാം തെലുങ്കും അറിയാം. അവർ പരസ്പരം സംസാരിക്കുമ്പോൾ തെലുങ്കൻ ചോദിക്കുകയാണ് ഡു യു വാണ്ട് കപ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കുന്ന സന്ദർഭവും ചോദിക്കുന്ന കാര്യത്തിലെ ആശയം വെച്ചിട്ട് ആ മലയാളി തീരുമാനിക്കും ഇപ്പോൾ അദ്ദേഹം കപ്പ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മരച്ചീനിയെയാണോ തവളയാണോ എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന വാക്കിൻ്റെ പിന്നിലുള്ള ആശയവും. ഓരോ രാജ്യത്ത്, ഓരോ സംസ്കാരത്തിൽ, ഓരോരോ വ്യക്തികളും ദൈവം എന്ന് പറയുന്ന വാക്കിൻ്റെ പിന്നിൽ അവരുദ്ദേശിക്കുന്നത് പലതാകാം, പല ആശയങ്ങളാകാം. ഈ ഭാഷയുടെ വൈരുദ്ധ്യം ഉള്ളതുകൊണ്ട് കപ്പ എന്ന് പറയുന്ന വാക്ക് മലയാളത്തിൽ എന്നതാണ്, തെലുങ്കിൽ എന്നതാണ്, തമിഴിൽ എന്നതാണ്, ഹിന്ദിയിൽ എന്നതാണ്, ഉറുദുവിൽ എന്നതാണ്, പല അർത്ഥങ്ങൾ ഒരേ വാക്കിലുണ്ടാകാം. സോ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു കോമൺ ലാംഗ്വേജ് എല്ലാവരും പഠിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത്. അപ്പോൾ ഏത് ഭാഷക്കാരാണെങ്കിലും ഏത് സംസ്കാരത്തിലുള്ളവരാണെങ്കിലും ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്തുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന വാക്ക് കോമൺ ആയിരിക്കും, ഒരിക്കലും കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയില്ല. എന്ന് പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ള തലമുറയിൽ ദൈവം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിന് വളരെ കൃത്യമായ വ്യക്തമായ ഒരു ആൻസർ ഉണ്ടാകണം. ദൈവം, ഈശ്വരൻ, പടച്ചോൻ, ഉടയ തമ്പുരാൻ, ഇങ്ങനെ പല പേരുകളിൽ ആ വ്യക്തിയെ നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒറ്റ വാക്കിലേക്ക്, ഇഫ് പോസിബിൾ നമുക്ക് ഇംഗ്ലീഷ് വാക്ക് തന്നെ എടുക്കാം, ഗാഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ദൈവിക കൺസെപ്റ്റുകളെല്ലാം ഏകീഭവിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ മീനിങ് എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ നമുക്കൊരു ഡെഫിനിഷൻ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ വിഭിന്നതകൾ മാറും, കലഹങ്ങൾ മാറും, യുദ്ധങ്ങൾ മാറും. എൻ്റെ വിശ്വാസമാണ് ശരി, നിൻ്റെ വിശ്വാസമാണ് ശരി, എൻ്റെ ദൈവമാണ് ശരി, നിൻ്റെ ദൈവമാണ് ശരി എന്നുള്ള ആ ഒരു സ്പർദ്ധ മാറും. എല്ലാവരും ആ ഒരു സങ്കല്പത്തിനകത്തേക്ക് കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും.